പടച്ചിരിക്കണം, പടക്കണം, കടന്ന് പടക്കണം. ജീവിതത്തിൽ പടപ്പുണ്ടാവുക, ജീവിതത്തിൽ പാലൈസാവില്ല, കടന്നു പോവില്ല. കാലിങ്ങനെ കുറച്ചേരിങ്ങനെ അനക്കാൻ വെച്ചത് പറ്റുമോ? കാല് കടന്നു. കൈ കുറച്ചേരിങ്ങനെ വെച്ചിട ഫ്രാൻസിസ് കൂടെയാണ്. ഫ്രാൻസിന്റെ ഒരു പെരുന്നാളായിരുന്നു. ജീവിതത്തിൽ ഇരിക്കുന്ന സംഭവം 20,000 പേർക്കോളം മാമോദിസ ഉദ്ദേശിക്കുന്നത്. വെളുപ്പാങ്കാലത്ത് 3 മണി മുതൽ പിറ്റേന്ന് പാതിര കഴിയുന്ന മാമോദിസ കൊടുത്തിരിക്കും. അവസാനം പുണ്യാമനെ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കൈവച്ച് പാർട്ടി ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് വെളുപ്പാങ്കാലത്തെ കൈതാക്കാൻ പറ്റുന്നില്ല. അവസാനം തോളിൽ ചൂട് വെച്ച് കൊടുക്കുക, എണ്ണയിട്ട് തിരുമ്പി കൊടുക്കുക, ഇന്ന് കൈതാപ്പില്ല. ചലിപ്പിക്കാത്ത കൈകളും കാലുകളും തറന്നു പോകും മക്കളെ. ചലിക്കാത്ത ജീവിതങ്ങളിൽ ചലിക്കാത്ത വിശ്വാസവും അത് തടഞ്ഞു പോകുന്ന വിശ്വാസമായി മാറും. കർത്താവിനോട് ആളുകൊണ്ട് ഞാൻ ചോദിക്കുകയും അതുപോലെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനം ഒച്ചത്തിൽ വായിക്കണം. പറഞ്ഞല്ലോ, വചനം വായിക്കില്ല, വചനം നിങ്ങളെ വായിക്കാൻ അനുവദിക്കും. വയസ്സ് കുറച്ച് ചെന്നപ്പോ കുറച്ചധികം കാലമാണ് ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് വചനം കേൾക്കുമ്പോൾ ഒരു പിടപ്പുണ്ട്. രാവിലെ വായിച്ചത് 30 വല്ലാത്തൊരു പിടപ്പായിരുന്നു. വല്ലാത്തൊരു പിടപ്പ്. ദൈവവചനം വായിക്കുമ്പോ അല്ലെ, വചനത്തിൽ പറയുന്ന വാക്യമുണ്ടല്ലോ, ലാസ്റ്റ് അധ്യായത്തിലേക്ക് വരുമ്പോ എങ്ങനെയാ വചനം കേൾക്കണമെന്ന് പറയുന്നില്ലേ? വചനം കേൾക്കുമ്പോ എന്ത് പറ്റണമെന്ന് പറഞ്ഞത്? ഹല്ലേലൂയ. 66 വായിക്കാമോ? കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ ഹല്ലേലൂയ. സിംഹം അലറിയാൻ ആരാണ് ഭയപ്പെടാത്തത്? വിറച്ച് കയറും. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിനെ പഠിപ്പിക്കുക. രാവിലെ വായിച്ച കർത്താവ് നിനക്ക് കഷ്ടതയുടെ ഒപ്പം ക്ലേശത്തിന്റെ ചെലവ് തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് അവൻ 1000 തവണ അവനുള്ള വാക്യമാണ്. പക്ഷെ ഇത് രാവിലെ പള്ളിയിൽ അത് വായിച്ചു കേട്ടപ്പോ ഒരു ഇടിമിന്നൽ കയറി പോകുന്നവർ തോന്നി. അതിങ്ങനെ വചനത്തിന്റെ ആഴങ്ങൾ. ഈ വചനം തന്നെ വായിച്ചു തുടങ്ങണം. കർത്താവിലേക്ക് കഷ്ടതയുടെ അപ്പം ഇവിടെ ഇരിക്കുന്ന 99.9% പ്രാർത്ഥിക്കാൻ വന്നത്, കർത്താവേ ഈ കഷ്ടതയുടെ അപ്പം നീ തിന്നോ, ഈ കഷ്ടതയുടെ അപ്പം നീ അങ്ങോട്ട് എടുത്തോ, ക്ലേശത്തിന്റെ ജലം നീ അങ്ങോട്ട് കുടിച്ചോ. അല്ല പറയാം, ഒരു കരുത്തരാകാൻ പോവാണ്. അവിടുന്ന് പറഞ്ഞ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മാറിയിരിക്കില്ല, നിന്റെ നയനം അവനെ കണ്ടുപിടിക്കും. കടന്ന് പടക്കുക. നമ്മുടെ ഒരു അച്ഛൻ, നിങ്ങൾ ജീവജോമാനിക്കത്തുമായി ജസ്റ്റ് ഞങ്ങളുടെ ആത്മീയ ഗുരുവാണ്. സെമിനാരി ചെയ്യുമ്പോൾ അവിടെ അച്ഛന് ക്യാൻസറാണ്, ലിവർ സിറോസിസ്, പുണ്യാളൻ, പരിശുദ്ധാത്മാവിനെ കുടിക്കുന്ന അച്ഛനാണ്. ശരിക്കും ഒരു കരിസ്മാറ്റിക്കാരനെ ഞാൻ ആദ്യമായിട്ടാണ് ജസ്റ്റിൻ പിന്നീട് അച്ഛൻ ചാപ്പലിൽ ഇരിക്കുമ്പോൾ ചെറിയ പാട്ട് പാടുന്ന അച്ഛൻ അനുഭവിക്കില്ല. നല്ല താളത്തിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അച്ഛൻ കണ്ണുകളടച്ച് താളത്തിൽ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വൈദ്യ വിദ്യാർത്ഥികൾ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും. അച്ഛൻ എന്നാ മൂളികളെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പെയ്തുള്ളത് ഞങ്ങൾക്കറിയാം. അച്ഛൻ അസുഖം ബാധിച്ചു, ക്യാൻസർ ആണെന്നല്ല. അച്ഛൻ ആ ക്യാൻസറിനെ പറ്റി ആരോട് സംസാരിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, ചികിത്സയെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടറെ എന്നെ വെറുതെ വിട്ടേക്കെ, ഡോക്ടറെ എന്നെ വെറുതെ വിട്ട് ആക്കാതെ ജീവിക്കാൻ ബുദ്ധിയില്ലാത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡോക്ടറെ
കർത്താവിലേക്ക് തന്നത് ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടെ ഒരു പുണ്യാളന്റെ കാര്യമാണ് സംഭവിക്കുന്നത്. ജോച്ചൻ പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ജോച്ചൻ ഇപ്പം പറഞ്ഞത് ഞാൻ എന്നാ ശ്രദ്ധിക്കുന്ന അങ്ങനെ സംഭവം ഉണ്ടല്ലോ. വചനം പറയുന്ന സൗഖ്യം, ഒരു അത്ഭുത കാര്യം പറയുന്ന സൗഖ്യം. ജസ്റ്റിസിന്റെ കാര്യമായിട്ട് വേണ്ടി നോക്കിയത് ഈ സമൂഹത്തിലുള്ള സൗഖ്യം കിട്ടിയില്ല. ഈ പുണ്യാളെന്ന് വെച്ചാൽ ക്യാൻസറായ അവസാനം മരുന്നൊന്നും വേണ്ടാന്ന് വെച്ചു. ചില നെവിയും ജീവിതത്തിന് അച്ഛൻ ഹോസ്പിറ്റൽ ഡയറക്ടറാണ്. ജസ്റ്റ് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ വേണ്ടി എനിക്ക് ഒരുപാട് അടുപ്പമുള്ളൊരു അച്ഛനാണ്. വലിയ മുന്നിയാളല്ല അച്ഛൻ. പക്ഷേ ഈ പാവം പിടിച്ച ആഞ്ചലും വെച്ചെന്ന് സെബാസ്റ്റ്യൻ എൻ്റെ തലയിൽ നിന്ന് കൈവിടാമോ? നമ്മൾ മനുഷ്യന് തീർന്നു പോകുന്ന ചില സമയങ്ങളിലൊക്കെ മനുഷ്യന് തീർന്നു പോകുന്ന സമയങ്ങളായത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഈ പുട്ടിയോ ഹാൻഡ് ഓൺ മൈ ഹെഡ് അല്ലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നാളുകൾക്ക് മുമ്പ് അച്ഛന് കടുത്ത ഡിപ്രഷൻ വന്നായിരുന്നു. വേണമെങ്കിൽ മാനസിക രോഗം എന്നൊക്കെ വിളിക്കാം. അച്ഛനിങ്ങനെ കട്ടിലെ എഴുന്നേക്കാൻ പോലും ഒരുക്കുമല്ല. കണ്ണിങ്ങനെ മുറുക്കിയാണ് അച്ഛൻ കിടക്കുക. അന്ന് അച്ഛനിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഒരു വല്ലാത്ത ഇരുട്ട്, ദൈവമില്ലാതെ പോലും തോന്നുന്ന ഒരു അനുഭവത്തിലൂടെ ഈ പുണ്യാളൻ അച്ഛൻ കടന്നു പോകായിരുന്നു. അവസാനം പിതാവ് പറഞ്ഞു അച്ഛൻ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ അച്ഛൻ 4 ദിവസം ആ സമയത്ത് അച്ഛനെ സ്ട്രെച്ചറിൽ കിടത്തിയാൽ കൊണ്ടുവന്നു. ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തി അച്ഛൻ വന്നു. പതിനേഴ് ഇരുന്നു. ഞങ്ങളുടെ പ്രിൻസ് റൂമില് അച്ഛനെ കാണാറുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ പോയി ക്ലാസ്സിൽ ഫോമി എൻ്റെ കയ്യിൽ നിന്ന് ചെല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് മരിച്ചു അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയ അച്ഛൻ അമ്മ എഴുന്നേറ്റ് മകളെ അച്ഛനവിടെ എഴുന്നേറ്റു. അച്ഛൻ പ്രകാശിക്കണം തുടങ്ങി. അച്ഛൻ്റെ പ്രത്യേകത ആരെയും കുറ്റം പറയാൻ അറിയത്തില്ല, ദേഷ്യപ്പെടാൻ അറിയത്തില്ല, ഒച്ചത്തിൽ സംസാരിക്കാൻ അറിയത്തില്ല. പുഞ്ചിരിക്കും മനുഷ്യ മോനെ എന്നൊക്കെ വിളിച്ച് കടന്നു പോകുന്ന അച്ഛൻ. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു. ഹോസ്പിറ്റലിൽ ക്യാൻസറായിട്ട് കിടക്കുക. ചെന്നപ്പോൾ അച്ഛനെന്നെ നോക്കി. ഞാൻ കണ്ടപാടെ കണ്ണുകൾ ഒരു തലത്തെ ഞാൻ കണ്ടു. ഞാനിങ്ങനെ നോക്കി എനിക്ക് വല്ല സങ്കടമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട്, ഇംഗ്ലീഷ് പാട്ടുകൾ അച്ഛന് ഇഷ്ടമായിരിക്കും. ഞാനൊരു സിസ്റ്ററിനോട് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അച്ഛൻ പുഞ്ചിരിക്കുന്നു. അച്ഛൻ പുഞ്ചിരിക്കും. ഒന്നും പറഞ്ഞാൽ he could not speak. അന്ന് അച്ഛൻ്റെ മുഖത്തിലേക്ക് ചിരിച്ചു.
നമ്മൾ നോക്കാം. അച്ഛൻ്റെ മുഖം നോക്കിക്കേ. ദൈവമക്കളെ അച്ഛൻ പുഞ്ചിരിച്ചു. പിന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ സീരിയസ് ആകുകയാണ്. ഇന്നു മുതൽ അച്ഛന് വേദന ആരംഭിക്കും. ഈ പുണ്യാളൻ അച്ഛൻ ട്യൂമറിലെ മറ്റൊരു അച്ഛനോട് പറഞ്ഞു കൊടുത്ത് കേൾക്കണം. അച്ഛൻ പറയാ, അച്ഛാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ മരണസമയത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ മരിക്കുന്ന സമയത്ത് അങ്ങനെ അത്ഭുതകരമായ അഭിഷേകം എനിക്ക് കിട്ടണം. ഞാൻ മരിക്കുമ്പോൾ ഒരു പുരോഹിതന് ആശീർവാദം വാങ്ങിച്ചുകൊണ്ടോടെ എനിക്ക് മരിക്കണം. അച്ഛൻ പറയാ, നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ I used to consecrate my death moment to the Lord. അതുപോലെ സംഭവിച്ചു. അതിലെ ഏറ്റവും ഉറ്റമിത്രമായ വൈദികൻ അവിടെ ചെല്ലുന്ന സമയത്ത് മറ്റ് 2 വൈദികർ 3 വൈദികർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ഞ ഒരു ശ്വാസം പോലും വലിക്കാതെ കണ്ണടച്ച് പിടിക്കുന്നത് കേട്ടിട്ടുള്ളൂ. സാവധാനം കണ്ണുകൾ അടച്ച് അച്ഛൻ ഉറക്കത്തിലേക്ക് വീഴുന്നത് പോലെ ജസ്റ്റ് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ മടിയിലേക്ക് അമ്മ മടിയിൽ ഉറങ്ങുന്ന ശിശുവിനെ പോലെ മരണത്തിന് കരുത്തുണ്ട് കേട്ടോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണം പോലും പ്രശസ്തമാണ്. എന്തെങ്കിലും പറയും, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാക്കും. അങ്ങയുടെ മരണം ഈ proclaim and declare your death. Hallelujah. Hallelujah. കഷ്ടതയിൽ അപ്പോൾ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ലേശത്തിന് ചെലവ് തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലതോട്ടോ ഇടതോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും, ഇതാണ് വഴി, ഇതിലെ പോകാം. You hear the Lord always. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തരുന്നൊരു ഭാഗ്യമാണ്. അതെടുത്തു, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ കൃപ. അവസാന വാക്യത്തിലേക്ക് ഞാൻ തോന്നുന്നു. 1 വാക്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും പറയുക, അശോകൻ കാണിക്കൂടെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന കഥയൊക്കെ അതിനകത്തുണ്ട്. അടുത്ത വാക്യം, അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. നീ വിതയ്ക്കുന്ന വിത്തിന്റെ മുകളിൽ ദൈവം മഴ പെയ്യുന്നത്. നീ നട്ടുവെച്ച വാഴവിത്തിന്റെ മുകളിൽ കർത്താവ് മഴ പെയ്യുന്നത്. നീ നട്ടതിന്റെ മുകളിൽ ദൈവത്തിന്റെ മഴ. നിനക്കെന്ത് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്നുവോ, എന്ന് ദൈവത്തിന്റെ ഇടത്തേക്ക് വ്യക്തിയായി നീ മാറുന്നുവോ, നിന്റെ ജീവിതത്തിൽ മുഴുവൻ കർത്താവിന്റെ മഴ പെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെന്ന്. അമ്മ മാതാവിന്റെ പെരുന്നാളായിരുന്നു. നല്ല രസമാണ്, നല്ല രസമാണ്. ഈ ദേവസ്വത്തിനോട് യോജനോട് ചോദിച്ചാൽ ആത്മീയ ജീവിതം നല്ല രസമാണ്. ഞങ്ങൾ നല്ല ത്രില്ലടിച്ച് ജീവിക്കുന്നവരാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ കിടക്കുന്ന മുറിയുടെയോ പ്രത്യേകതയല്ല. ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവിന്റെ മഹത്വം കാണുമ്പോൾ ഞങ്ങളൊക്കെ വല്ലാതെ ത്രില്ലടിച്ച് ജീവിക്കുന്നവരാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം പാവപ്പെട്ട പയ്യൻ വന്നതിന് മുമ്പ് നിൽക്കുക. അവരോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്നാലും അന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അടുത്ത കൊല്ലം നീ നിന്റെ വീട്ടിൽ നിന്ന് വരും. സ്ഥലം വാങ്ങിക്കാൻ 5 പൈസ കയ്യിലില്ല, വാടക വീട്ടിൽ ഇറങ്ങിപ്പോകാൻ വിടാൻ പോവാണെന്ന് പറഞ്ഞവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അടുത്ത വർഷം നീ ഇവിടെ വരുമ്പോൾ നീ സ്വന്തം വീട്ടിൽ വരും. വിശ്വസിച്ചു നോക്കണേ. ഞാൻ നോക്കുമ്പോൾ 6-ാം തീയതി തോന്നുന്നു ഈ പയ്യൻ വന്ന് നിൽക്കുക. പറഞ്ഞു, അച്ഛോ ഓർക്കുന്നുണ്ടോ എന്നെ? ഞാൻ പറയണ പോലെ നീ ആരാ? കഴിഞ്ഞ പോലെ ഞാൻ വന്നത് അന്നൊരു പിടി മണ്ണ് സ്വന്തമായിട്ടില്ലായിരുന്നു. പക്ഷെ അച്ഛൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അടുത്ത കൊല്ലം നീ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് വരും. അച്ഛാ, ഞാനിപ്പം വരുന്നത് എന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്. അങ്ങനെ ഞാൻ നിങ്ങളെ ചതിക്കാൻ പറയുന്നില്ല. എന്റെ ഒരു പ്രാർത്ഥന, കർത്താവേ, എന്റെ ജനത്തെ ചതിക്കാൻ എനിക്കിടവരല്ലേ, എന്റെ ജനത്തെ വഞ്ചിക്കാൻ എനിക്കുന്ന ഇടവരല്ലേ, എന്റെ ജനത്തെ കബളിപ്പിക്കാൻ എനിക്കിടവരല്ലേ. അച്ഛന്റെ ബോധ്യമക്കളിൽ പറയാ, നീ ദൈവത്തോട് ഒട്ടുനിൽക്കുമ്പോ നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പയ്യൻ പറയാ, അച്ഛാ തിരിച്ചു തന്നപ്പോ എന്റെ അമ്മയുടെ ആണല്ലോ, അമ്മയും മോനെ കല്യാണം കഴിച്ചിട്ടില്ല പയ്യൻ. അമ്മയുടെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു വാടക വീട് പോലും കിട്ടിയില്ലടാ, എന്നാ എന്റെ സ്ഥലത്തിന്റെ 5 സെക്കൻഡ് നിനക്ക് തന്നേക്കാം. അദ്ദേഹം പറയാം, നീ വീട് വെച്ചു, എന്നെ കൊണ്ട് പറ്റുന്ന
വീട് പണിയാനുള്ള മുഴുവൻ പൈസയും അയാൾ കൊടുത്തു. ദൈവമക്കളെ, ഒരു പ്രവചനം ഒരു അഭിഷേകമായിട്ട് മാറുന്ന ഒരു കാഴ്ച കണ്ടിന് വൈദ്യന്മാരായിരിക്കുന്നത് മതി മക്കളെ. തൃശ്ശൂരിൽ നിന്നാണ് ഒരു കുടുംബം തൃശ്ശൂരിലാണ്. ശരി, ഒന്നിലേക്ക് ഫോൺ ചോദിച്ചു വന്നിരിക്കുക. 6 വയസ്സ് 7 വയസ്സുണ്ട് കൊച്ച്, ഒരു പെൺകുട്ടി, നല്ലൊരു ബാലാക കുട്ടി. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 8-9 വർഷമായി, കൊച്ചുങ്ങളില്ല. 8-9 വർഷമായി കൊച്ചുങ്ങളില്ല. പക്ഷെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ അറിയാവുന്ന, വാവിട്ട് നിലവിളിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവും ഭാര്യയും. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഏകലടിച്ച് കരയുവായിരുന്നു. മകളെ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു വെച്ചാ കൊച്ചിന് 7 വയസ്സായി കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ കുഞ്ഞായത്. നിനക്ക് ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ടാകുമ്പോ, നിന്റെ ജീവിതവുമായിട്ട് നിന്റെ ദൈവത്തിന് കണക്ഷൻ ഉണ്ടാകും. നീ നിന്റെ ദൈവത്തെ ജീവിതത്തിൽ ആരാധിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം മഹത്വപ്പെടുത്തുന്ന അനുഭവമുണ്ട്. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും. ധാന്യം സമൃദ്ധമായി വിളയും. നിന്റെ പാടത്ത് മാത്രം ഇരട്ടി വിളവ്. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവമൊക്കെ കാണുകയും ചെയ്യും. നിന്റെ കുഞ്ഞിന് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കണേ. അവിടെ ഒരു കൊച്ചിനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിന്റെ കൊച്ചിന് ദൈവവൈകനെ നിനക്കുള്ള ദൈവബന്ധം നിന്റെ ജീവിതത്തെ മാറ്റി മറിയും. തിരിച്ചു വരാൻ വരാം. കർത്താവിനോട് ആലോചന ചോദിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായത്തിന് പോകരുത്. അവനെ ഇവരൊന്ന് സഹായത്തിന് പോകരുത്. നീ നിന്റെ ദൈവത്തിന് സഹായം പ്രതീക്ഷിക്കണം. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിര പടയാളികളുടെ കരുത്തിലും ഒന്നും കാര്യമില്ല. ഇതിലൊന്നും കാര്യമില്ല. കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് 31-ാം അധ്യായത്തിലെ 3-ാം വാക്യം, ഈജിപ്തുകാർ മനുഷ്യരാണ്. മരിക്കുന്ന മരണകരമായ മനുഷ്യരാണ്. നീ ഓടിപ്പോകുന്ന അവരെ ഇവരൊക്കെ ഉണ്ടല്ലോ, ആ പ്രസ്ഥാനം ഈ പ്രസ്ഥാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കെട്ടുപോകുന്ന പ്രസ്ഥാനങ്ങളാണ്. അതൊക്കെ തീർന്നു പോകുന്ന മനുഷ്യരാണ്. പ്രാർത്ഥിക്കാമോ? ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഉയർന്ന സ്ഥാനത്തേക്ക് ഇരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസം വേണ്ടി ശമ്പളമില്ല, കമ്പനി കൂട്ടിപ്പോയി. ഇപ്പൊ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയപ്പോ ക്യാമ്പസ് ഇന്റർവ്യൂടെ കിട്ടിയതാണ്, ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. നല്ല വലിയ തുക ശമ്പളം കിട്ടിക്കൊടുക്കും. 2-3 കൊല്ലം ശമ്പളം കൊടുത്തു. പക്ഷെ ബോർഡ് വന്നു കഴിഞ്ഞപ്പോഴേ ഈ പ്രസ്ഥാനം തകർന്നു. ഇവ വിചാരിച്ചു ഇവരിവിടെ തന്നെ നിൽക്കാമെന്ന്. ഇവ പറയാം, എന്നെ ഇവരെ വളർത്തിയ പ്രസ്ഥാനം വെച്ചോ, ഞാനെങ്ങനെ ഇട്ടേച്ച് പോകണം. ദൈവമക്കളെ, ഒരു പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്കും നിന്റെ ജീവിതത്തിന് ആത്യന്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല നിന്റെ ദൈവത്തിനല്ലാതെ. ഈജിപ്തുകാർ മനുഷ്യരാണ്, ദൈവമല്ല. അവരുടെ കുതിരകൾ ജലമാണ്. നിന്റെ കയ്യിൽ ചെയ്യുന്ന പൈസയ്ക്ക് ഒരു ഗുണമില്ലാത്ത സമയം വരും മക്കളെ. നിനക്കൊരു ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റാത്ത ദിവസം വരും. നിന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലുള്ളത് നിന്റെ വെന്റിലേറ്ററിലേക്ക് കടത്തിയിടുമ്പോഴേ, നിന്റെ പ്രിയപ്പെട്ട നിന്റെ ഭാര്യയില്ലേ, നിന്റെ മക്കളില്ലേ, നീ ഗ്ലാസ് കൂടിനകത്ത് കിടക്കുന്ന നീ ഇത്രയും നാൾ ജീവിച്ചത് ഇവർക്ക് വേണ്ടിയാ. അവന് പോലും തെറ്റി അടുത്ത് നിൽക്കാനില്ലാത്തൊരു നാൾ വരാൻ പോവാ. The sacredness of human life. ദേവകളെ, ഇത് ജീവിതത്തിലെ വ്യക്തിയെ പറ്റി അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജീവിതത്തിലെ അർത്ഥത്തെ പറ്റിയാണ് പറയുന്നത്. അവരുടെ കുതിരകൾ ജലമാണ്, ആത്മാവല്ല. കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവർ വീഴുകയും ചെയ്യും. പറയുന്നു അവ ഓർമ്മിച്ച് നശിക്കും. ഈജിപ്തിലാണ് കാര്യം വേണ്ടത്. ഇതാ ഈജിപ്തിലേക്ക് സഹായത്തിന് പോയ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന് തടസ്സ വരിക. പെട്ടെന്നൊരു വചനം പരിശുദ്ധാത്മ ജെറമ്യാ പുസ്തകമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനം ഓടിച്ചൊന്നും വായിക്കാൻ പെട്ടെന്ന് പോയാൽ മതി. ഇതുവരെ പറയത്തില്ല. ജെറമ്യാ 17 പലതവണ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, എന്നാണ് കേൾക്കുന്നതല്ല. ജെറമ്യാ 17 17:5 കർത്താവ് അരുളിച്ചെയ്തു,
മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദം. എന്താ പറഞ്ഞത്? മനുഷ്യനെ നിന്നിൽ തന്നെ ആശ്രയിക്കരുത്. Do not trust yourself even. എനിക്ക് ആരോഗ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചതല്ലേ? കോവിഡുകാരൻ നമ്മളെ പഠിപ്പിച്ചു തന്നതാ. ആരോഗ്യമില്ലാത്തവരൊക്കെ ജീവിച്ചിരിക്കുകയും ആരോഗ്യമുള്ളവർ മരിച്ചു പോവുകയും ചെയ്തെന്ന് കണ്ട കാഴ്ചയാ. ഹല്ലേലൂയ. ശരീരശക്തി ആശ്രയിക്കുകയും മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവർ ദൈവങ്ങളുടെ ജീവിതം കർത്താവിന്റെ നേരെ തിരിച്ചു വെക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ. ചില ജീവിതങ്ങളില്ലേ, ഒരു നന്മയില്ലച്ചോ, ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ലച്ചോ, ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ലച്ചോ, നന്മയെന്ന് പറയാൻ ദൈവത്തെ സ്തുതിക്കാൻ കാര്യമില്ലച്ചോ, കുറ്റിച്ചെടി. ഹല്ലേലൂയ. പച്ചപ്പുള്ള വയലുകളായിട്ട് ചതുപ്പ് നിലങ്ങള് നമ്മൾ വചന ദിവസങ്ങൾ വായിച്ചതിന് മനസ്സിലായിട്ടുള്ളത്. ചതുപ്പ് നിലങ്ങളിൽ നിന്ന് വിളവെടുപ്പ് നീളങ്ങൾ ഉയരാൻ പോവുക. ചതുപ്പ് നിലങ്ങളെ വിളവെടുപ്പ് സംഗീതം ഉയരും പാട്ടുയരുന്ന ഇടങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് ദുർഭേദം ഉണ്ടാവില്ല, മഴയില്ല, എന്നും ദുരന്തമാണ്. ചില മനുഷ്യരെ ചിരിക്കത്തില്ല. പുതിയ മലയാളികൾ ഇപ്പൊ ചിരി മറന്നുപോയി. ചിരിക്കാൻ അറിയത്തില്ല. വീട്ടിൽ ചിരിയില്ല, വീട്ടിൽ പൊട്ടിച്ചിരിയില്ല, വീട്ടിൽ തമാശയില്ല, വീട്ടിൽ ആനന്ദമില്ല. എല്ലാരും സീരിയസാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ ആനന്ദിക്കും, സന്തോഷിക്കും, എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സീസണുകളില്ലാത്ത ജീവിതം, പരവിപ്പ, ഭാരവ, ദുഃഖവ. വീണ്ടും വായിച്ചേ, മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു സ്ഥലത്ത് അവൻ വസിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം എടുത്ത് വായിച്ചേ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. കർത്താവിന്റെ വയസ്സായിരുന്നോണ്ടല്ല, കർത്താവിന്റെ അപകടത്തെ രക്ഷിക്കുന്നതുകൊണ്ടല്ല, കർത്താവിന്റെ അറിവിൽ തരുന്നത് കൊണ്ടല്ല. എന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ഹല്ലേലൂയ. അവിടെ തന്നെ കാണുന്നുണ്ട്, അവിടെ തന്നെ കേൾക്കുന്നുണ്ട്, അവിടെ തന്നെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതാണ് എന്റെ പ്രത്യാശ. സൂര്യനേക്കാൾ ഉറപ്പാ ദൈവം മുകളിലുണ്ടെന്ന്, ചന്ദ്രനേക്കാൾ ഉറപ്പാ ദൈവം മുകളിലുണ്ടെന്ന്. ഈ ഒരു ധൈര്യം ഒരു പുരോഹിതൻ എന്ന നിലയിൽ ദൈവങ്ങളെ ഒരു ചക്രം കാണുന്ന പോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. ഒരു ചക്രം കാണുന്ന പോലെ കാണുന്ന മനുഷ്യനാണ്. പഠിക്കാൻ പോകുന്ന മലയെ വെച്ചിട്ട് ഞാൻ പോലീസുമാരോട് പോത്ത് ചെയ്ത് ക്യാൻസർ എഴുതുകൊണ്ട് വന്നവരോട് പറയും, എടാ വെച്ചാൽ നിനക്ക് അസുഖമില്ല, അത് ഇൻഫെക്ഷൻ ആകുന്നു. ഒരു ചക്രം കാണുന്നത് പോലെ കർത്താവിന് ചുറ്റും കിടന്ന് കാണുന്നതിന് പറയാം പുണ്യാളെ പോലെ അങ്ങനെ ചിന്തിച്ചത്. കർത്താവിനെ ചുറ്റും ഇങ്ങനെ കിടന്ന് കാണുന്ന, കർത്താവിനെ ചുറ്റും കിടന്ന് ഇങ്ങനെ കാണുക. അതിന്റെ അകത്ത് ഒരു പരിധിക്കപ്പുറം വിടത്തില്ല കേട്ടോ. പോകാൻ ഇഷ്ടമൊക്കെയാ, പോയാൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. മക്കളെ, ഞാനായിരിക്കുന്ന ശുശ്രൂഷ ഞാൻ ദൂരേക്ക് പോകാമല്ലോ മക്കളെ. പൊങ്ങച്ചൻ പറയല്ലേ, വിടത്തില്ല കർത്താവ്. എന്റെ പള്ളിയെ കെട്ടിട്ട് അതോത്സവം ഞാൻ തീർത്ഥാടനത്തെ കെട്ടിട്ടില്ല. അവിടെ നനങ്ങാനായിട്ട് വിടത്തില്ല കർത്താവ്. ഒരു പ്രോഗ്രാമിന് പോലും വിടത്തില്ല. ഞാൻ UAE ഒരു കൺവെൻഷൻ പോയി, ആകപ്പാട് അങ്ങനെ ഒരു പോക്ക് പോകും. പോകാൻ ഒട്ടും താല്പര്യമില്ല. കഴിഞ്ഞ മാസം അബുദാബി, ഷാർജ, 3 സ്ഥലങ്ങളിലെ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അന്ന് വൈകിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ വെട്ടിയൊക്കെ ബൈക്കിൽ പോകും. ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റിൽ പോണേ, അപ്പി പറയാം, ഫ്ലൈറ്റ് കിട്ടല്ലേ, മുടക്കി പോണേ. അവൾ ഉള്ളിൽ തോന്നുക പോകട്ടാന്ന്. എനിക്ക് ഇഷ്ടമല്ല. അവന്റെ അടുത്തുനിന്ന് അവനെ കുറിച്ച് ചോട്ടിന്ന് ഇപ്പൊ കാണാൻ അവിടെ ആളുകൾ എന്നെ കുഞ്ഞം പറയല്ല. ഒരു കൈവപ്പിന് വേണ്ടി
ഞാൻ പാവങ്ങളൊന്നും ഇവിടെ പോകണം. അതുകൊണ്ട് പോകത്തില്ല എന്ന് പറയണേ. എവിടെ പോയാലും ഓടി തിരിച്ചെത്തുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എയർപോർട്ടിൽ എല്ലാം ഓക്കെയാണ്. എയർപോർട്ടിന്റെ വാതിലിൽ ഒരു ഡബ്ബച്ച് വന്ന് എന്നെ വായിക്കും മാച്ചനെ കെട്ടിക്കൊണ്ട് പോവുക. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഞാൻ കയറി ചെന്നു. എനിക്ക് അവിടെ ചെന്ന ആദ്യം ചെന്ന അവരുടെ വായിക്കാൻ മാച്ചുകൊണ്ട് എന്നാലും ഒരിക്കലും 1000 തവണ പോയിട്ടുണ്ട് വിദേശം. 9 കൊല്ലം വിദേശം പഠിച്ചതാണ്. ഒരുപാട് തവണ ഫ്ലൈറ്റിലേക്ക് പോയിട്ടുള്ള ആളാണ്. എനിക്ക് ഇങ്ങനെ ഒരു VIP ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടുന്ന ആദ്യമാണ്. അവിടെ ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല, എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്ക് നല്ല ദേഷ്യമാണ്. എനിക്ക് പോകാൻ ഇഷ്ടമില്ല. ഞാൻ ചെന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് ആ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഒരു സീറ്റ് കിട്ടിയാൽ വേണമെങ്കിൽ ഇതിനേക്കാൾ പോണേ പോകാം. ഞാൻ എവിടെ ആലോചിച്ചു അവിടെ എനിക്ക് സീറ്റ് കിട്ടുക. ഞാൻ ദുബൈയിൽ ചെന്നറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ ഒരുത്തന്നെ പേര് വഴി പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ ഓർത്തു അവൻ മിക്കുമ്പോൾ പേടായിരിക്കും. കൺവെൻഷൻകാർ ഏൽപ്പിച്ചതെന്നാ എന്നെ സ്വീകരിക്കാനായിട്ട്. ഞാൻ സ്പെഷ്യൽ ചാനലിലൂടെ അറിവടിയിലേക്ക് പോവുക. ഒരു സുവിശേഷകനായി എന്നതിൻ്റെ ഒറ്റ കാരണം. ഒരു സുവിശേഷകരുടെ ഒരു നാമത്തിലല്ലോ. ഞാൻ എനിക്ക് വേണ്ടി പുണ്യം പറയുന്നല്ല. ആരെങ്കിലും അച്ഛന്മാരെ